ഹായ് മക്കളെ, ഇന്ന് നമ്മൾ അസ്ത്ര ഗുരുകുലത്തിൻ്റെ ക്ലാസ്സിൽ 6ാം ക്ലാസ് ഹിന്ദിയിലെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റൂറു എന്ന് പറയുന്ന കഹാനിയുടെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചാപ്റ്റർ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ആക്ടിവിറ്റീസിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് കിസ്നെ കഹ, ആരാണ് പറഞ്ഞത്, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേതൊരു പക്ഷി, ആ പക്ഷിയാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തേത് കങ്കാരു, അതായത് റൂറുവിനെയാണ് തന്നിട്ടുള്ളത്. മൂന്നാമത്തേത് എന്താണ്, അമ്മ കങ്കാരുവിനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും ആരാണ് പറഞ്ഞത് നോക്കിയിട്ട് എടുത്ത് അവിടെ പ്ലേസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒന്നാമത്തേത് മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞത് ആരാണ്, അത് റൂറു ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് എഴുതാം. എന്താണ്, മേരാ കോയി ദോസ്ത് നഹി എന്ന് പറഞ്ഞത് റൂറു ആണ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ഇവിടെ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയി സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞത് ആരാണ്, അമ്മ കങ്കാരുവാണ്. അപ്പോൾ മൂന്നാമത്തെ പിക്ചറിൻ്റെ അടുത്ത് നമുക്ക് അത് കൊടുക്കാം. ഓക്കെ, ഇനി മേരാ ഘോസ്ല ബിഖർ ഗയാ, എൻ്റെ കൂട് തകർന്നു പോയി എന്ന് പറഞ്ഞത് ആരാണ്, പക്ഷിയാണ്. അപ്പോൾ ആ മൂന്നാമത്തെ പോയിന്റ് നമ്മൾക്ക് എവിടെ കൊടുക്കാം, പക്ഷിയുടെ നേരെ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അമ്മക്കെ പാസ് പഹുഞ്ചായേ ലിഖേ, അതായത് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ഒന്ന് തന്നിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്, ഒന്നാമത്തേത് കങ്കാരു. കങ്കാരുവിൻ്റെ കുട്ടീനെ എന്താ പറയുക, കങ്കാരുവിൻ്റെ കുട്ടിയെ നമ്മൾ ആ ബോക്സിനകത്ത് നിന്ന് എടുത്ത് എഴുതണം അല്ലേ. കങ്കാരുവിൻ്റെ കുട്ടി ജോയ്സ് എന്നാണ് പറയുക, അത് നമ്മൾക്ക് അവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത് എന്താ തന്നിരിക്കുന്നത്, ഒരു കുത്ത അല്ലേ, കുത്തേനെയാണ് തന്നിട്ടുള്ളത്. കുത്തൻ്റെ കുട്ടീനെ, അതായത് നായ്ക്കുട്ടീനെ എന്താ പറയുക, പില്ല. പില്ല ബോക്സിലുണ്ട്, അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് എന്താണ്, ബില്ലി. ബില്ലിൻ്റെ കുട്ടീനെ എന്താ പറയുക, ബിലൗട്ട. ദെൻ മൂന്നാമത്തേത് മുർഗി. മുർഗീൻ്റെ കുട്ടീനെ എന്താ പറയുക, ചൂസ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തമ്മിൽ ചേർത്ത് എഴുതുന്നത് ആണ് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പെഹചാനെ ഓർ ക്രമെ ലിഖെ, അതായത് എന്താണ്, തന്നിരിക്കുന്ന ആ ബോക്സിൽ തന്നിരിക്കുന്ന പോയിന്റുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് ക്രമമായിട്ട് അടയാളപ്പെടുത്തണം. അതായത് ഓർഡർ തെറ്റിച്ചിട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി ഓർഡർ ശരിയാക്കിയിട്ട് തൊട്ടിപ്പുറത്ത് തന്നിരിക്കുന്ന ബോക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം അല്ലേ. അപ്പോൾ ആദ്യം ഇത് വായിച്ച് നോക്കാം അല്ലേ. ഇപ്പോൾ റൂറു കാ കോയി ദോസ്ത് നഹി ഥാ, ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് റൂരുവിന് സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, റൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട, റൂരു ആ പക്ഷിയുടെ പുറകെ പോയി. ഓക്കെ, അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേ രഖ്ലിയ, അമ്മ കങ്കാരു പക്ഷിക്കുട്ടികളെ അമ്മയുടെ പോക്കറ്റിൽ വെച്ചു. ഓക്കെ, റൂരു അമ്മീക്ക് ജേബ് സെ സിർ നിഖാല, എന്താണ്, റൂരു അമ്മയുടെ പോക്കറ്റിനകത്ത് നിന്ന് തല പുറത്തേക്കിട്ടു. ഓക്കെ, ചിടിയാനെ റൂരു കോ ഗാന സിഖാ ദിയ, പക്ഷി റൂരുവിനെ എന്ത് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഥേ, പക്ഷിക്കുട്ടികൾ എന്താണ്, നിലത്ത് വളരെ ക്ഷീണിതരായിട്ട് കിടക്കുകയായിരുന്നു. റൂരു എക് കങ്കാരു കാ ബച്ചാ ഥാ, റൂരു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. എന്താണ്, റൂരു എക് കങ്കാരു കാ ബച്ചാ ഥാ, റൂരു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. അതവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് അല്ലേ, അത് ആ ബോക്സിൽ തന്നിട്ടുണ്ട്. റൂറു എക്ക് കങ്കാരു കാ ബച്ചാ ഥാ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്, റൂറു കാ കൊയ് ദോസ്ത് നഹി. അപ്പോൾ നമ്മുടെ ബോക്സിനകത്ത് ഒന്നാമത് തന്നിട്ടുള്ളതാണ് എന്താണ്, രണ്ടാമത്തെ ബോക്സിൽ രണ്ടാമത് എഴുതേണ്ടത് അല്ലേ. റൂരുവിന് സുഹൃത്തുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. റൂറു കാ കൊയ് ദോസ്ത് നഹി, അപ്പോൾ അത് രണ്ടാമത് എഴുതണം. പിന്നെ മൂന്നാമത് എന്താ വേണ്ടത്, റൂരു അമ്മിക്ക് ജേബ് സെ സിർ നിക്കാല, അല്ലേ. റൂരു അമ്മയുടെ പോക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തു, തല പുറത്തേക്കിട്ടു. ഓക്കെ, ഇനി നാലാമതായിട്ട് എന്താ എഴുതുക, റൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട, റൂരു എന്ത് ചെയ്തു, ആ പക്ഷിയുടെ പുറകെ പോയി. ഓക്കെ, പിന്നെ അഞ്ചാമത്തേത് ബച്ചെ സമീൻ പർ ബേഹാൽ പടേ ഥേ, ആ പക്ഷിയുടെ കുട്ടികൾ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. പിന്നെന്താ വരിക, അമ്മീനെ ചിടിയാക്കെ ബച്ചോക്കോ ജേബ് മേ റഖ്ലിയ, അതായത് അമ്മ കങ്കാരു പക്ഷിക്കുട്ടികളെ എന്ത് ചെയ്തു, അമ്മയുടെ പോക്കറ്റിൽ വെച്ചു. ലാസ്റ്റ് പോയിന്റ് എന്താണ്, ചിടിയാനെ റൂറു കോ
ഖാന സിഖാദിയ. അതായത് എന്താണ്, പക്ഷി റൂറുവിനെ എന്ത് പഠിപ്പിച്ചു? പാട്ട് പാടാൻ പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഓർഡറിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. സവേരെ ഹി സാരേ മിത്ര ആയേ ചിടിയ സെ ബാത്തേ കർണേ ലഗെ. അതായത് രാവിലെ തന്നെ എന്താണ്, പക്ഷിയുടെ മറ്റ് സുഹൃത്തുക്കളൊക്കെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പക്ഷിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ബാത്ചീത്ത് ആകെ ബഡായേ. ആ ഒരു സംഭാഷണം നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഹാത്തി ആനയാണ്. ആന ചോദിക്കുകയാണ് എന്താണ്, കങ്കാരു കി ജേബ് മേ കൈസാ രഹാ. അപ്പോൾ കങ്കാരുവിൻ്റെ പോക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ചിടിയ എന്താണ് മറുപടി കൊടുക്കുക? ഹം വഹ ബഹുത് അച്ചി തരസി സോയേ. അപ്പോൾ ഞങ്ങൾ അവിടെ വളരെ നന്നായിട്ട് ഉറങ്ങി. ഓക്കെ, അപ്പോൾ മേണ്ടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള. ഓക്കെ, അന്തേരാ ക്യാ വഹ. അതായത് അവിടെ ഇരുട്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക ചിടിയ? ഹാ തോട അന്തേരാ ഥ ലേക്കിൻ ഡർ നഹി ഹുയി. അപ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തില്ലായിരുന്നില്ല? പേടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ബാലു ചോദിക്കുകയാണ്. ബാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടി. ഓക്കെ, കങ്കാരു ക ജേബ് കൈസാ ഹോത്താ ഹേ. അപ്പോൾ കങ്കാരുവിൻ്റെ പോക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? അങ്ങനെയാണ്, അവരൊന്നും അതിൽ കയറിയിട്ടില്ലല്ലോ, പക്ഷിയിലേ കയറിയിട്ടുള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ്. ഓക്കെ, ചിടിയ പറഞ്ഞിട്ടുണ്ടാവുക വഹ് ഇത്നി മുലായം ഓർ നരം താക്കി അന്തർ ചലി നീന്താകയി. അതായത് എന്താണ്, ഇത്രയും മൃദുവും ഇത്രയും എന്താണ് സുഖവുമുള്ള, അതായത് വളരെ മനോഹരവും വളരെ മൃദുലവുമായതുമായിരുന്നു എന്താണ്, അവിടെ എത്തിയപ്പോഴേക്കും എന്ത് വന്നു? ഉറക്കം വന്നിരുന്നു എന്ന് പറയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ഒക്കെ പേരിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ബാക്കി ആൻസറൊക്കെ ആയിട്ട് കുറച്ചുകൂടി എഴുതാം കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ എഴുതാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലിഖേ ക്യാ ക്യാ ദേഖേ. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടത് എന്ന് എഴുതുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അമ്മ കങ്കാരുവിൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ റൂരു ദുനിയ കിത്നി ബഡി ഥി. അതായത് എത്ര വലിയ ലോകമാണ്. ഓക്കെ, കിത്ന സുന്ദർ എത്ര മനോഹരം. കിത്നെ സാരേ രംഗ് എത്ര നിറങ്ങൾ. ആവാസേ അതായത് ശബ്ദങ്ങൾ. കിത്നി ഖുഷ്ബു എത്ര നല്ല മണങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് തല പുറത്തേക്കിട്ട് പുറത്തേക്കുള്ള ലോകം കാണുമ്പോൾ കങ്കാരു കണ്ട ചിത്രങ്ങളാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് താഴെ ഉള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ആസ്മാൻ മേ ബാദൽ ഹേ പാനി ബരസ്താ ഹേ. ആകാശത്ത് മേഘം കാണുന്നുണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഒരു മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. പിന്നെയുള്ള ചിത്രം എന്ന് പറയുന്നത് കുറേ പൂക്കൾ വിരിഞ്ഞ്, അതായത് പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളിൽ വന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഒരു പുഴ തന്നിട്ടുണ്ട്, പുഴയോരത്തൊരു വീട്, ഒരു ഗ്രാമത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അതപ്പോൾ ഗ്രാമം തന്നിട്ടുണ്ട്. പിന്നെ ഒരു മരത്തിന് മുകളിൽ ഒരു പക്ഷി ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതൊക്കെ രൂരു കണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഈ രൂരു കണ്ട കാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബഡി പഹാഡ് കെ പീച്ചെ സൂരജ് നിക്കൽത്താ ഹേ. അതായത് എന്താണ്, വലിയ പർവ്വതങ്ങളുടെ പുറകിൽ നിന്ന്, അല്ലെ വലിയ മലകൾക്ക് പുറകിൽ നിന്ന് സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉദിച്ചു വരുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാഗ് മേ ബഹുത് സാരേ ഫൂൽ ഗിലേ ഹേ ഉൻ ഫൂലോ മേ തിത്ലിയാ ഹേ. അതായത് എന്താണ്, ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടമാണ്. ഓക്കെ, പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ പൂക്കളിൽ എന്തുണ്ട്? പൂമ്പാറ്റകൾ വന്നിട്ടുണ്ട്. ഓക്കെ, എക് ബഡി സി നദി ഹേ. വളരെ വലിയൊരു നദി കാണാനായിട്ട് പറ്റുന്നുണ്ട്. നദി കിനാരെ എക് ഗാവ് ഹേ. നദിയുടെ തീരത്ത് ഒരു ഗ്രാമം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വഹ എക് പേട് മേ ചിടിയ ബേട്ടെ സുന്ദർ ഖാന ഗാ രഹി ഹേ. അതായത് എന്താണ്, അവിടെ മരത്തിൻ്റെ അടുത്ത്, മരത്തിന് മുകളിൽ ഒരു പക്ഷി ഇരുന്നിട്ട് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ രൂരു കണ്ട കാഴ്ചകളാണ്. അത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസ്റ്റർ തയ്യാർ കരേ, നമ്മളോടൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്, ഇൻ്റർനാഷണൽ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഡേൻ്റെ അന്നത്തേക്ക് വേണ്ട ഒരു പോസ്റ്റർ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ പോസ്റ്ററിന് പ്രധാനമായിട്ടും അതിനൊരു ഔട്ട്ലൈൻ വേണം, പുറത്തേക്കൂടെയുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ടാവണം. ആ ഔട്ട്ലൈൻ നല്ല കളറുകളൊക്കെ ഉപയോഗിച്ച് അതിനകത്ത് കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ മനോഹരമായിട്ടായിരിക്കണം പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇവിടെ അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണ്? ജൂലൈ 30-നാണ്. അത് നമ്മൾ കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട്ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിഷസോ ഒക്കെ നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് എക് അച്ഛാ ദോസ്ത് വഹു ഹോത്താ ഹേ
जो आपकी मुस्कान के पीछे छिपे दर्द समझता है. അപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടാണ്. അതായത് എന്താണ്, ഒരു നല്ല സുഹൃത്ത് ഇത് ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെ, അതായത് നിങ്ങളുടെ പുഞ്ചിരിക്ക് പുറകിലുള്ള ദുഃഖവും മനസ്സിലാക്കുന്ന അവർ, അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ പുഞ്ചിരിക്ക് പുറകിലുള്ള ദുഃഖവും മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ചിത്രമൊക്കെ വരച്ച് മനോഹരമാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.